നീറ്റ് 2026 എക്സാം ക്യാൻസൽ ആയി എന്നുള്ളതാണ് നമ്മളിപ്പോൾ അറിയുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിൽ മനസ്സിലാവുന്നത്. NTA ഭാഗത്തു നിന്ന് തന്നെ ഒഫീഷ്യലായിട്ട് നീറ്റ് 2026 എക്സാം ക്യാൻസൽ ചെയ്യണം, അത് റീ എക്സാം നടത്തലല്ലാതെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് പോലെ തന്നെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി ആൾക്കാരെ ഒഴിവാക്കി കഴിഞ്ഞാൽ ശരിയാവുന്ന രൂപത്തിലല്ല, വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ലീക്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസാണ് അവർ പരിഗണിക്കുന്നുണ്ടാവുക. സ്റ്റുഡൻസിനോടും പേരൻസിനോടും പറയാനുള്ളൊരു കാര്യം, ന്യൂസ് വന്നിട്ടുണ്ട്, അത് ഓൾമോസ്റ്റ് കൺഫേംഡും ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ പിന്നാലെ ഇനി നമ്മൾ പുറകെ പോകുന്നതിന് പകരം നമ്മളുടെ പ്രിപ്പറേഷൻ്റെ പിറകിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങണം എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീറ്റ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളത് ഹാർഡായിട്ടുള്ള പാർട്ടാണ്. ബട്ട് നമ്മൾ ഈ പറയുന്ന സ്വപ്നം കണ്ട് ഇറങ്ങി തിരിച്ച ആളുകളാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എനി അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വേണം നിൽക്കാൻ. ഡോപ്പയിലെ സ്റ്റുഡൻസിനോടാണ് പറയുക, എല്ലാ ദിവസവും നമ്മൾ സംസാരിക്കുന്നതാണ്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. പ്ലാനുകളും ബാക്കി കാര്യങ്ങളും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഉടനെ തന്നെ അറിയിക്കുന്നുണ്ടാവും. സോ ഇപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ ബുക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യണം, ബാക്കി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഇതിൽ ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റിലേക്ക് പോകുന്നതിന് പകരം ലോജിക്കലി ചിന്തിക്കണം. എന്നിട്ട് മാത്രമാണ് കുറേ അധികം ആളുകൾ ഇമോഷണലാവും. അപ്പോൾ ഇമോഷണലാവുന്ന ആൾക്കാരുടെ പ്രിപ്പറേഷനിൽ അവർക്ക് വീക്ക്നെസ് വരാൻ സാധ്യത വരും. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് മാറ്റി വെച്ചിട്ട് ലോജിക്കലി ചിന്തിച്ചിട്ടുള്ള ആക്ഷനിലേക്കും കാര്യങ്ങളിലേക്കും മുന്നോട്ട് പോട്ടെ എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യം. സോ ബാക്കി അപ്ഡേറ്റുകൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു, ഫർദറായിട്ട് മോക്ക് എക്സാമുകളും പുതിയ പ്ലാനുകളും ഒക്കെ ഇട്ട് തന്നെ മുന്നോട്ട് വരാൻ വേണ്ടി തുടങ്ങുന്നു എന്നുള്ളതാണ്. ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് മുന്നേറാം, ആൻഡ് ഡെഫിനറ്റ്ലി കൂടെയുണ്ട്.